ബിജു മിറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ മഴക്കാലം ആരംഭിച്ചിരിക്കുകയാണ്. മഴക്കാലം ആരംഭിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ കുമ്മായം ഏകദേശം ഒരു 10 ലിറ്റർ വെള്ളത്തിന് നമുക്ക് ഏകദേശം ഒരു 200 ഗ്രാം കുമ്മായം കലക്കാം 10 ലിറ്ററിൽ. അതുപോലെ തന്നെ സൾഫറുണ്ട്, അത് ഫംഗിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന സൾഫർ. ശ്രദ്ധിച്ച് കേൾക്കുക, ഫംഗിസൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന സൾഫറുണ്ട്. ആ സൾഫറൂടെ മിക്സ് ചെയ്ത് ഒഴിക്കുക. ഇനി സൾഫർ കിട്ടിയില്ലെങ്കിലും കുമ്മായം ഒരു 10 ലിറ്റർ വെള്ളത്തിന് ഒരു 100 ഗ്രാം ചേർക്കുക. എന്നിട്ട് നിങ്ങളുടെ ചെടികൾക്ക് അകത്തി ചുറ്റും ഒഴിച്ചു കൊടുക്കുക. 15 ദിവസത്തിന് ശേഷം വളങ്ങൾ ചെയ്യാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണിലെ pH മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി ഡോളോമേറ്റാണ് നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ ഞാനിപ്പം പറയാൻ വന്നതെന്നാണെന്നറിയോ, ഇത് അക്കോമിൻ 40. ഇതുണ്ട അക്കോമിൻ 40 ശ്രദ്ധിച്ച് കണ്ടത്. ഇതേ കമ്പനിയുടെ സാധനമായിരിക്കണം നിങ്ങൾ മേടിക്കുന്നത്. ഇത് നമുക്ക് ഒരു കൊറിയറൊന്നും അയക്കാൻ പറ്റില്ല. ഇത് കടയിൽ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ പറ്റും. പിന്നെ ഇവിടെ വരുന്നവർക്ക് ഞങ്ങൾ ഇവിടെ കടകളിൽ നിന്നൊക്കെ എടുത്തു തരും വേണമെങ്കിൽ. അല്ലാതെ ഇത് ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അടപ്പ് നല്ലപോലെ മുറുക്കിയില്ലേ ലീക്ക് ചെയ്യും. ഇത് ഏറ്റവും നല്ല ഫംഗിസൈഡ് ഒരു ടോണിക് കൂടെയാണ്. ഈ തടികൾക്കെല്ലാം ഉണ്ടാകുന്ന പൈറ്റോത്തോറ എന്ന് പറയുന്ന ഒരു ദ്രുതവാട്ടമുണ്ട് കൊടിക്കൊക്കെ എന്ന് പറഞ്ഞ പോലെ. ഇത് കണ്ടോ, പ്ലാവിൻ്റെ കമ്പ് ഉണങ്ങുന്നത്, അതിപ്പോൾ വെട്ടിവിട്ട കമ്പാണ് എന്ന് പറഞ്ഞ പോലെ ഒരു കേട് വരും, ഉണക്കുകേട്. അപ്പം ഉണക്കുകേട് വരുന്ന പ്ലാവിന് മാത്രമല്ല കേട്ടോ, ആപ്പിളിനാണ് ഞാൻ മെയിൻ പറയുന്നത്. ആപ്പിള് നിങ്ങളിത് മസ്റ്റായിട്ടും ഒരു 2 മില്ലി എടുത്ത് 1 ലിറ്റർ വെള്ളത്തിന് എന്ന തോതിൽ വൈകുന്നേരങ്ങളിൽ ഒരു മഴ അടച്ച് നിൽക്കുന്ന സമയത്ത് തടി വഴിയും എല്ലാം ഒരു 10 ദിവസം അടുപ്പിച്ച് ചെയ്യുക. അല്ലെ 15 ദിവസം. ആദ്യത്തെ 10 ദിവസം ചെയ്യുക, പിന്നെ 15 ദിവസം അടുപ്പിച്ച് ചെയ്യുക, പിന്നെ 1 മാസം. ഇങ്ങനെ ഗ്യാപ്പിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ 1/2 ലിറ്ററിന് വലിയ വിലയില്ല, 400 രൂപയേ ഉള്ളൂ. കുറേ കാലം ഉപയോഗിക്കാനുണ്ട്. ഇതൊരു ടോണിക്കുമാണ്. പക്ഷേ ഇത് മേടിക്കണം കേട്ടോ. ഇതാണ് ഇതിനകത്ത് എഴുതിക്കുന്ന സൂപ്പർ അക്കോമിൻ 40 പ്ലാന്റ് ടോണിക്ക് വിത്ത് മൈക്രോന്യൂട്രിയൻ്റ് ആയിരിക്കും എമ്പിട്ടിരിക്കുന്നത്. എന്താണേലും ഇവരുടെ കമ്പനിയിൽ ഇതേ ഒരു സാധനം കോപ്പി അടിച്ച് ആരെങ്കിലും ഉണ്ടാക്കിയെന്ന് വെച്ചോ. പക്ഷേ ഈ സാധനം ഇതെന്തോ അവരതിനകത്ത് ഒരു ക്വാണ്ടിറ്റി ആണോ, അവരുടെ അളവാണോ, അവരുടെ ഡോസാണോ, എന്താണോ അതിനകത്തൊരു നല്ല സാധനമാണത്. അത് മാറിക്കഴിഞ്ഞാൽ പലരും പറയും വേറെ കമ്പനികൾ കൊണ്ട് തരാമെന്ന് പറയും. ഇന്നലെ എന്നോടും പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, ഇത് തന്നെ ഉണ്ടെങ്കിൽ എനിക്ക് മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഞാൻ പരീക്ഷിച്ച് തെളിഞ്ഞത്. ആപ്പിളിന് അടിച്ചാൽ ആപ്പിളിൻ്റെ കമ്പ് കേടുണ്ടാവില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതൊരു ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതുപോലെ കുമ്മായമൊക്കെ ഇട്ട് ചോട്ടിലൊഴിക്കുമ്പോൾ കുമ്മായം ഇട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ് ചോട്ടിലൊഴിക്കാവുള്ളൂ. കുമ്മായം ഒഴിച്ച് കഴിഞ്ഞ് ഇത് ഇലയിൽ സ്പ്രേ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഇത് തുടരെ മഴക്കാലത്ത് ഉപയോഗിച്ചാൽ കമ്പ് കേട് പോവും, ആപ്പിൾ കംപ്ലൈൻ്റ് ഇല്ലാതെ നിൽക്കും, വേനൽക്കാലത്ത് കായ്ക്കും. അപ്പം അതുപോലെ തന്നെ വേറെ നിങ്ങളുടെ ബൊഗൈൻവില്ല പൂ പൊഴിക്കാതിരിക്കാൻ ഏറ്റവും നല്ല ടോണിക്കാണിത്. അപ്പോൾ ഇത് കമ്പനിക്കാർക്ക് വേണ്ടിയൊന്നുമല്ല, ഞാനിതിൻ്റെ ആളുമല്ല, ഇതെവിടെ കിട്ടുമെന്നും എനിക്കറിയില്ല. ഇനി ഇവിടെ അങ്ങനെ വന്നാൽ ഇത് ഇവിടുന്ന് മേടിച്ച് കടയിൽ നിന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. കടയിൽ പോലും ഈ സാധനം സ്റ്റോക്കില്ല. ഇത് പണ്ട് കാലത്തോട്ട് ഏലകൃഷിക്കാർ ഉപയോഗിച്ചിരുന്ന ഇതേത് കമ്പനിയുടെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു ഫോട്ടോ ഇതിനകത്ത് കൊടുക്കാം. ഈ അക്വാള കെമിക്കലിനെ കണ്ട ഇതിൻ്റെ കമ്പനിയുടെ പേര്. ഇപ്പോൾ ഇതൊരു ഏജൻസി കൊണ്ടുതരുന്നതല്ല. ഈ കുപ്പി നോക്കി അറിയാം. ഇത് കുറേ നാളത്തേക്ക് ഇരിക്കും, സ്റ്റോക്ക് ഇരിക്കുന്ന സാധനമാണ്. ഇത് 2025 വരെ ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങളുടെ ആപ്പിളുകൾ കേടാകാതിരിക്കും. എല്ലാ ചെടിക്കും ഉപയോഗിക്കാം. നിങ്ങളുടെ പഴവർഗ്ഗങ്ങൾ, മാവിൻ്റെ കമ്പനി കേട് വരുന്നതിന് മഴക്കാലത്ത് അത് ഈ പൈറ്റത്തോറ പോലൊരു സംഭവമാണ്, കമ്പലെല്ലാം ഫംഗസാണ്, അതിനുപയോഗിക്കാം. ടോണിക് കൂടെയാണ്. പിന്നെ അടുത്തത് ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓറഞ്ചിനും എല്ലാം കൊടുക്കും. പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ജിയോ ലൈഫ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഇവരുടെ കമ്പനിക്ക് വേണ്ടി സംസാരിക്കുന്നതല്ല. ഈ സാധനം ഇവിടെയുണ്ട്, ടാക്സിൽ കണ്ടോ, ടാക്സിൽ. ഇത് സിലിക്കയാണ്, മണ്ണിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഓർഗാനിക് സിലിക്ക. ഇത് മൈക്രോന്യൂട്രിയൻ്റാണ്, വിഗർ. ഇതിന് നല്ല വിലയുണ്ട്. ഏകദേശം ഇത് കിടക്കുന്ന 460 കണ്ട നമ്മുടെ 320 ഇതിൻ്റെ വില. ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ മേടിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിന് അയച്ചു തരാം. എല്ലാവരും ഒന്നും നമ്മളെ ഇതിൻ്റെ ബിസിനസ് ഇല്ല. ഇനി ആരെങ്കിലും ആപ്പിൾ ചെയ്തിട്ട് ഇത് ഫ്ലവറിങ്ങിനൊക്കെ ടൈമിൽ പോകാതിരിക്കാനുള്ള, അപ്പോൾ അത് ചെയ്യുക. അതിന് ശേഷം ഇത് ചെയ്യുക. അപ്പം നിങ്ങളുടെ ചെടികൾ കംപ്ലൈൻറ്റുകൾ വരാതെ നിൽക്കും. നമ്മളിതൊന്നും ചെയ്യാതെ ചാണകപ്പൊടി ഇട്ട് വളർത്തുന്ന ഉണ്ട്. പക്ഷെ അനുകൂലമായ കാലാവസ്ഥയും നല്ല മണ്ണും pH കറക്റ്റും ഒക്കെയാണ് ചാണകപ്പൊടി ഒക്കെ ഇട്ട് വളർത്താം. ഞാൻ അതിനെ കുറ്റം പറയല്ല. പക്ഷേ ഫലം കിട്ടണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം. ഇത് ബിഗർ മൈക്രോന്യൂട്രിയൻ്റ്, എല്ലാ മൂലകങ്ങളും ഇതുകൊണ്ട് ഓർഗാനിക്കാണ്. ഇതും
രണ്ടും കൂടെ ഇതിലൊരു ഗുളിക എടുത്ത് 5 ലിറ്റർ വെള്ളത്തിലോട്ട് കലക്കുക. ഇതൊരു 5 നുള്ള്, ഇങ്ങനെ 5 നുള്ളിടുക. അതോടെ കലക്കി വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യുക. ഒരു 15 ദിവസം കൂടുമ്പം ഇത് തുടരെ കൊടുക്കുക. അതിനുശേഷം ഫ്ലവറിങ് ആപ്പിളിൽ കണ്ടാൽ, മറ്റുള്ള ചെടിക്കൊന്നും വിഷയമല്ലെന്ന്, ആപ്പിളെ ഫ്ലവറിങ് കാണുന്നതിന് തൊട്ടു മുമ്പ് മുട്ട് വന്ന് വിരിയും എന്ന് കണ്ടാൽ അന്നേരം ഇവിടെ ഒരു ടോണിക്കുണ്ട്, ഞങ്ങളത് മേടിച്ച് ഉപയോഗിക്കുന്നതാണ്. ആ ടോണിക്ക് വലിയ ബോട്ടിൽ വരുന്നതാണ്. അത് ഊറ്റി ചെറിയ കുപ്പി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരും. അത് നിങ്ങൾ വൈകുന്നേരങ്ങളിൽ 3 എണ്ണം മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യുക. അപ്പോൾ പിടിച്ച് കിട്ടും. ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാതെ നമ്മൾ ഓടിച്ച് പെട്ടെന്ന് ഒരു പിടിക്കാൻ തന്നെ പിടിക്കട്ടെ എന്നൊന്നുമല്ല. എല്ലാത്തിനും അതിൻ്റേതായ ഇതുണ്ട്. നമ്മളൊരു വണ്ടി സർവീസ് ചെയ്യും, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കായും ഫലം ഉണ്ടാകാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കി, ഇതുണ്ടോ ചക്ക കായ്ച്ച് കിടക്കുന്നുണ്ടോ? ഞാൻ നിൽക്കുന്ന നിലത്താ, ചാക്കിട്ട് കൊടുത്തേക്കുക പോകാതെ. ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കുന്ന വിയറ്റ്നാം സൂപ്പർ എയർലി സ്വന്തമായിട്ട് ചെയ്തെടുക്കുന്ന, എവിടുന്നേലും കുറേ മേടിച്ച് വെച്ച് കുറച്ച് വില കുറച്ച് വിൽപ്പനയില്ല. ഒരാൾക്ക് പൈസ കൊടുക്കുന്നു, അയാൾ അവിടെ ഇരുന്ന് ചെയ്യുന്നു, നല്ല തൈകൾ വരുന്നു, എടുത്തുകൊണ്ട് വരും, അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഉള്ള അറിവുകൾ പുതിയത് വരും. അപ്പം നിങ്ങളിത് ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക്. അതുപോലെ നമ്മുടെ മിറാക്കിൾ ഫാം കട്ടപ്പനയിലാണ്, ഇടുക്കി ജില്ലയിൽ. വരാൻ കാണാം. ഞങ്ങൾ ഈ മിറാക്കിൾ ഫാം എന്ന് പറയുന്നത് ഒരു നേഴ്സറി അല്ല കേട്ടോ. നേഴ്സറി ഉണ്ടെങ്കിലും നമ്മളൊരു കൗതുകത്തിന് വേണ്ടി കൃഷി ചെയ്തു തുടങ്ങി. ഇപ്പോൾ ഫുള്ള് ഇതുണ്ട്, അനാറൊക്കെ ഇതുണ്ട് ഫ്ലവർ ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ സ്വന്തം എയർപോർട്ടിലാണ് ചെയ്യുന്നത്. നമ്മുടെ എയർപോർട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലാറ്റർ എന്ന് പറയുന്ന മെറ്റീരിയൽ 20 വർഷമായിട്ട്, 25 വർഷത്തോളമായിട്ട് ചെയ്യുന്ന ഓസിൻ്റെ മെറ്റീരിയലാണ് ഞങ്ങൾ അവരോട് പറയുന്നത്. ആ ഷീറ്റിലാണ് ഞങ്ങൾ അവരെയും കൊണ്ട് ഞങ്ങളുടെ പോട്ടുകളെല്ലാം ചെയ്യിപ്പിക്കുന്നത്, ലാസ്റ്റിങ് കിട്ടാൻ വേണ്ടി മാക്സിമം നന്നായിട്ട്. അപ്പോൾ അത് വല്ലാത്താണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. കൊണ്ട് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് ചെടികൾ ഫ്ലവർ ചെയ്യും, കായ്ക്കും, ലാസ്റ്റിംഗ് ഉണ്ട്, നല്ല വെറൈറ്റീസാണ്. ഇത് നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ, ഇത് ഈ കട്ടപ്പനയിൽ വരാം, ഇതിനകത്തെല്ലാം കൃഷി ചെയ്തേക്കുന്ന ഗ്രോത്തുകൾ കാണാം, ഈ കൃഷിയുടെ പ്രത്യേകതകൾ. ഞങ്ങളിനി പുതിയ മക്കടാമ എല്ലാ കൃഷിയും നടക്കുന്നുണ്ട്, എല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞായർ അവധി, രാവിലെ 9 തൊട്ട് 5 വരെ ശ്രദ്ധിക്കുക. അതിനുശേഷം വന്നാൽ ഇതൊരു വീടാണ്. ജോലിക്കാർ പോയാൽ ഞങ്ങൾ ഗേറ്റ് തുറക്കില്ല. കാര്യം പിണക്കത്തിന് വേണ്ടിയൊന്നും പറയല്ല, ഇതൊരു വീടാണ്. കൃഷികൾ ഒരു നേഴ്സറിയല്ല. 10 മണി വരെയോ 9 മണി വരെയോ കച്ചവടമില്ല. പിന്നെ നിങ്ങൾ വാട്സപ്പ് വഴി ബന്ധപ്പെടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കട്ടപ്പന വന്നേച്ചൊരു 9 കിലോമീറ്റർ അല്ലെ 10 കിലോമീറ്റർ മിറാക്കിൾ ഫാം ഹൗസ് ലൊക്കേഷൻ, അത് കട്ടപ്പന വന്നിട്ട് ലൊക്കേഷൻ എടുത്താൽ മതി. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇത് ജനങ്ങളിൽ എത്തട്ടെ. ഞാൻ ഈ പറഞ്ഞതുള്ള കാര്യമാണ്. ഞാൻ ഈ കമ്പനിക്ക് ഒരു പ്രൊമോഷന് വേണ്ടി പറഞ്ഞല്ല, ഇത് കൊടുക്കണം. ഞാനിതെല്ലാം പരീക്ഷിച്ച് തെളിഞ്ഞാണ്. ഇനി ഇത് കൊടുക്കാത്തവരുടെയും കായ്ക്കുന്നുണ്ടെന്ന്, അതും പെട്ടെന്ന് കായ്ക്കുന്നുണ്ട്. അതൊക്കെ ഒരു ലക്ക്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് ഇന്ന് അടുത്ത ഒരു രീതി. കുമ്മായവും സൾഫറും കൂടെ ഇടുന്നത്, ഞാൻ ആ സൾഫറും കൂടെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ.